ഹംപമ്പോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുവാണ്. നാളെ നമുക്ക് ക്രിസ്മസ് ആണ്. അപ്പോൾ 24-ാം തീയതി രാത്രി അടിച്ചു പൊളിക്കേണ്ടേ നമ്മൾ വേണം. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ വായോ. ഇന്ന് ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഞാൻ നേരത്തെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത ആൾ നോക്കാം ആര് വരുമെന്ന്. ദേ പപ്പു റെഡി ആയിട്ടുണ്ട്. ചേട്ടൻ കീ തപ്പിക്കൊണ്ടിരിക്കുവാണ്. തപ്പിക്കൊണ്ടിരിക്കുന്നു. പപ്പു, വേർ ഈസ് യുവർ ചപ്പൽ? നോ. നാനു, വേർ ഈസ് യുവർ ചപ്പൽ? Yes, your chapel is missing. What can we do? We just find it. Yeah. ഒരു കേക്ക് വാങ്ങണം. അവിടെ പോയിട്ട് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങുന്ന കടയിൽ പോയാലോ? അവിടെ പോയി സംസാരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കിപ്പോൾ ആയിട്ടില്ല. കേക്ക് വാങ്ങാൻ പോവാം. കാരണം മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്നാണ് വിശാഖ് പറയുന്നത്. സത്യമാണോ ചോട്ടാ? ഞങ്ങളെല്ലാവരും കൂടി അച്ചുയിച്ചിയുടെ വീട്ടിലാട്ടോ നമ്മളിത് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത്. അങ്ങനെ അച്ചുയിച്ചിയൊക്കെ ഉണ്ട്. നമ്മളെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വ്ളോഗ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ വേറൊരാൾക്കും കൂടെ ഈ വീഡിയോയും യൂട്യൂബും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോഴേ അവിടെയും യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയിരിക്കും, വീഡിയോ ഓപ്പൺ ആയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി, അഭിലാഷ് ചേട്ടൻ, പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആരുടെയും രക്ഷിതാക്കൾ ഇല്ല, പിള്ളേർ സെറ്റ് മാത്രം. 90s 80s കിഡ്സ് മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. 20s കിഡ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് അടിച്ചു പൊളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഗ്രില്ല് ചെയ്യുക എന്ന ഉദ്ദേശമാണ്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർക്കോൾ വാങ്ങാനായിട്ട് ഈ വീട്ടിലെ ഗൃഹനാഥൻ പോയിട്ടുണ്ട്. കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഗൃഹനാഥൻ തിരിച്ചു വന്നത്. ബിനുച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു 2-2.5 മണിക്കൂറായി കാണും. അപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ 8 മണിയായി. അപ്പോൾ ഒന്ന് ഗ്രില്ല് ചെയ്ത് കിട്ടുന്ന ടൈം നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഇന്നത്തെ ദിവസം ഗ്രില്ല് ചെയ്യാൻ പറ്റുമോ? ടൈം അത്രമാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 12 മണി വരെയാണ് ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നത്. ദൈവം സഹായിച്ച് കറക്റ്റ് ടൈമിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ട് എൻ്റെ ഫോണൊന്ന് വെച്ചാൽ ശേഷമേ എനിക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കറക്റ്റ് സെൻറ്റർ നമ്മുടെ ലിവിങ് റൂമിൻ്റെ അവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ അങ്ങ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ എല്ലാവരുടെയും പിൻവശം മാത്രമേ ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ആ ടൈമിൽ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ എല്ലാവരും എൻജോയ് ചെയ്യാനല്ലേ നോക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഫോണും കാര്യങ്ങളെക്കാളും നല്ലത് ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുക, ആഘോഷിക്കുക, സംസാരിക്കുക, നുണകൾ പറയുക എന്നുള്ളതാണല്ലോ മെയിൻ തൊഴിൽ. അങ്ങനെ നമ്മളെല്ലാവരും പിള്ളേർ സെറ്റൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും അത്രയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതെ, എല്ലാവർക്കും ഫാമിലി ടൈം എന്ന് പറയുന്നത് ഭയങ്കര. ഇതെൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ് കംപ്ലീറ്റ് ആയിട്ട്. എൻ്റെ അപ്പച്ചിമാരുടെ മക്കളും കാര്യങ്ങളുമാണ് അച്ചുയിച്ചി, അഞ്ചുയിച്ചി, അഭിലാഷേട്ടൻ ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യാറുണ്ട്. കാരണം ഇതിൽ മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്ത് നമുക്ക് നടത്താം എന്ന് പറയുന്ന വ്യക്തികൾ അഞ്ചു ചേച്ചി, ഞാൻ, അച്ചു ചേച്ചിയാണ് കേട്ടോ. ഹായ്. പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന 2 പേർ. പരീക്ഷ എളുപ്പമുണ്ടായിരുന്നോ മിസ്സേ? എന്തെങ്കിലും തല കുലുക്കല്? ഇതാണ് ഞാൻ എപ്പോഴും പറയുന്ന അഞ്ചു ചേച്ചി. ഇതാണ് അച്ചു ചേച്ചി. എൻ്റെ വീഡിയോകളിൽ എല്ലാം എപ്പോഴും കാണും. കാശ്മീർ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള മുഖം അച്ചു ചേച്ചിയുടെ. അങ്ങനെ ഞങ്ങൾ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ശരിക്കും ഈ കനൽ കത്തിച്ചത് കേശു ആണ് കേട്ടോ. കേശുവും അമ്മുവും അതുപോലെ മാളിക്കുട്ടിയും കൂടെ ചേർന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനും കൂടെ ചെന്ന് സെറ്റാക്കി കൊടുത്തായിരുന്നു. കുറേ നേരം ഞങ്ങൾ
ശരിക്കും പറഞ്ഞാൽ മേക്കപ്പൊക്കെ പോയി എന്ന് പറയാം. അത്രമാത്രം കഷ്ടപ്പെട്ടു അതൊന്ന് കറക്റ്റ് കനലാക്കി കിട്ടാനായിട്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ ചാക്കോളെല്ലാം കൂടെ എടുത്ത് അതിലങ്ങ് നേരത്തെ തട്ടിയായിരുന്നു. അപ്പം ബിൽചേട്ടൻ വന്ന് പറഞ്ഞു ഇത് ലേശം തട്ടിയാൽ മതിയായിരുന്നു, കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടൻ ഒരുപാട് ചിക്കൻ ഉണ്ട് എന്നാണ് പ്രതീക്ഷിച്ചത്. ഞങ്ങൾ വെറും 2 ചിക്കൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കംപ്ലീറ്റ് ആയിട്ടുള്ള 2 ചിക്കൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം എൻ്റെ മെയിൻ പരിപാടി ഇതൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചിക്കൻ നോക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ സൈഡിൽ വെച്ചിരിക്കുന്ന ചിക്കനൊന്നും നേരെ വണ്ണം വേവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കുറച്ചും കൂടെ കനൽ കിട്ടുന്ന അടുത്തോട്ട് നീക്കിയിട്ട് ഇതിനിടയിൽ പിള്ളേർ വരുന്നുണ്ട്. പുക കാരണം ഒരു നിവൃത്തിയില്ല. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ ഇതിൻ്റെ മൂട്ടിൽ ഇരിക്കുന്നതായിരിക്കും. കാരണം ഞാൻ കൂടുതൽ സമയവും ഇതിൻ്റെ മൂട്ടിൽ തന്നെയായിരുന്നു. കൂടുതൽ ടൈം പിള്ളേർ വീഡിയോ എടുക്കുന്നുണ്ട്, ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ റീൽസ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പയ്യെ ഇത് വെന്ത് കിട്ടും എന്നാണ് എൻ്റെ ഉദ്ദേശം. ഇതിനേക്കാൾ ഞാൻ അടുത്ത് ട്രൈ ചെയ്യാനിരുന്നത് ഞങ്ങൾ ഡയറ്റ് മയണൈസ് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഡയറ്റ് മയണൈസിന് വേണ്ടിയിട്ട് ഉള്ള സാധനം ഞാൻ പറഞ്ഞു ചേച്ചി അതെല്ലാം എടുത്ത് വെക്ക്, ഞാൻ വരാം, നമുക്ക് ചെയ്യാം. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഇരുന്നത്. ഇതിൻ്റെ പുറത്ത് ശരിക്കും ഈ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ പുറത്ത് എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ബട്ടർ തേച്ച് കൊടുക്കാം, എണ്ണ ഒഴിക്കുന്നതിനേക്കാൾ ബട്ടർ തേച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചേച്ചിയിൽ നിന്ന് കുറച്ച് ബട്ടറൊക്കെ വാങ്ങിച്ച് കുറേ അതിലേക്ക് തേച്ച് കൊടുത്തായിരുന്നു. പക്ഷെ അതിനൊരു വേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് എന്ന് പറയാൻ എങ്ങനെയൊക്കെ ഞാനിത് വേവിച്ചെടുത്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തലയിൽ ഒരു ഐഡിയ കത്തിയത്. ചേച്ചി ഇത് ഇന്നൊന്നും 8 മണിക്കാണ് ഞങ്ങൾ ശരിക്കും ഗ്രില്ല് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇന്നൊന്നും ശരിയാവില്ല, നമുക്ക് ഈ ചിക്കനെല്ലാം കൂടി എടുത്തിട്ട് അങ്ങ് കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് ഇങ്ങനെ എടുക്കാം. അപ്പോൾ പിന്നെ അഹം വെന്തില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവില്ല. അതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ 12 അല്ല പിറ്റേ ദിവസം ക്രിസ്മസ് കഴിഞ്ഞാൽ ഈ പരിപാടി തീരൂല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഇരുന്നത്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും ഓരോ പീസ്. എൻ്റെ പണി ഇപ്പോഴും തീരുന്നില്ല. കാരണം അത്രമാത്രം ചിക്കൻ ഉണ്ടായിട്ടല്ല, വേവാനും അത് ഇടയ്ക്ക് വെച്ച് കരിഞ്ഞും പോകുന്നുണ്ടായിരുന്നു എൻ്റെ മുകൾ ഭാഗമൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ബട്ടറിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ എണ്ണ ശരിക്കും തീയിൽ വീണിട്ട് അത് തീ മൊത്തം കത്തുന്നുണ്ടായിരുന്നു. അതും ഇച്ചിരി വേവാനായിട്ട് പെട്ടെന്ന് സഹായിച്ചായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ പിള്ളേരുമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും കണ്ട് ഉണ്ടോ തീ കത്തുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഇത് എണ്ണ ഒഴിക്കുന്നതുകൊണ്ടാണ് ആളിക്കത്തുമോ എന്ന പേടി എനിക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ചുമ കേൾക്കാം. ഇത് വേറെ ആരെയല്ല, എൻ്റെ തൊട്ടടുത്ത് ചേർന്ന് വേറൊരു എൻ്റെ കുഞ്ഞിപ്പുഴു വെയിറ്റ് ചെയ്യുന്നുണ്ട്, പപ്പുക്കുട്ടൻ. അപ്പോൾ ഞങ്ങളുടെ ഗ്രില്ലിങ് പരിപാടി ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഗ്രില്ല് ചെയ്ത് തീക്കാനായിട്ട് ഒരു 3 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. 10 മണി കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രില്ലിങ് പരിപാടി തീയുന്നത്. ഇതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ബിരിച്ചേട്ടൻ ചാർക്കോൾ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് കിട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടി. അപ്പോൾ തിരിച്ച് ചേട്ടൻ ശരിക്കും എന്നെ കട അടച്ചിരുന്ന ആളുടെ വീട്ടിൽ പോയി ആളവിടെ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് പിന്നെ കട ഓപ്പൺ ചെയ്യിപ്പിച്ച് കഷ്ടപ്പെട്ട് ചാർക്കോളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ സാധനം വളരെ കുറച്ചേ ഉള്ളൂ. 2 ചിക്കനേ ഉള്ളൂ. കാരണം 2 മുഴുത്ത കോഴിയുടെ ചിക്കൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഒരു 10-20 പേര്, 20 ഉണ്ടോയെന്നല്ല, ഒരു 15 പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടി. ഇവർക്ക് ഇത്രയും മതിയോ? അതുമാത്രമല്ല ഞങ്ങളിതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കഴിച്ച് ഇതിൻ്റെ ഇടയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിപ്പും കഴിഞ്ഞായിരുന്നു കേട്ടോ. വേവിച്ചെടുത്തു, എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നു. മയണൈസൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് വലിയവർ പറഞ്ഞത്. പക്ഷേ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാൾക്കുട്ടിക്കും അമ്മൂസിനും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ സാധാരണ മയണൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും പച്ചമുട്ടയാണ് യൂസ് ചെയ്യുന്നത്, വെള്ളയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ രണ്ടും ശരിക്കും പറഞ്ഞാൽ അവിച്ചതിന് ശേഷമാണ് യൂസ് ചെയ്യുക. അതുമാത്രമല്ല എണ്ണ വളരെ കുറവായിരിക്കും, 1 അടപ്പോ 2 അടപ്പോ ഞാൻ ഒഴിക്കാറുള്ളൂ. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് എന്നല്ല, ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ നല്ല ഫൺ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡ് ഐറ്റംസൊക്കെ റെഡിയായി.
ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൊബൈൽ വന്നതിന് ശേഷം പിള്ളേർക്കൊക്കെ കളിക്കാൽ കൂടുതൽ മൊബൈൽ ഫോൺസിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിള്ളേർ കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രീ ഫയറായി, പബ്ജിയൊക്കെ പോയല്ലോ. അപ്പോൾ ഫ്രീ ഫയർ ആണല്ലോ, ഫ്രീ ഫയറിൻ്റെ കാലമായതിനാൽ പിള്ളേർ ഫ്രീ ഫയറും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മൂട്ടിലിരുന്ന്, ഈ അടുപ്പിൻ്റെ മൂട്ടിലിരുന്ന് ഞാൻ വെന്തു എന്ന് പറയാം. ഇതിനിടയിൽ അച്ചേച്ചി വന്നിട്ട് കുക്കു നിൻ്റെ മുഖമൊക്കെ ചുമന്നു കിട്ടാന്ന് പറഞ്ഞ്. ഞാൻ ചേച്ചി ചുമന്നതല്ല, ഞാൻ ബ്ലഷ് ഇട്ടുകൊണ്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലഷ് മാഞ്ഞു പോയി ചുമന്നതാവാനാണ് സാധ്യതയുണ്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ തീ അണഞ്ഞു പോകുന്നുണ്ട്. അത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കേശുകുട്ടൻ കറക്റ്റായിട്ട് ടൈമിലൊക്കെ സാധനം വേറെ വീശാൻ ഞങ്ങൾക്ക് പത്രപേപ്പർ യൂസ് ചെയ്ത് ഇനി അത് കത്തണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ പോയി കട്ടിംഗ് ബോർഡ് എടുത്തുകൊണ്ട് വന്നേ. കട്ടിംഗ് ബോർഡിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഓരോ മൊമെൻറ്റ്സും പ്രിയപ്പെട്ടതാണ് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ കൂടാൻ പറ്റുന്നത് മേ ബി വർഷത്തിലൊരിക്കലായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഇതിലുണ്ടാവും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിനേക്കാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റുമല്ലോ, കുറേ നേരം ഒരുമിച്ചിരിക്കാൻ പറ്റുമല്ലോ, പിള്ളേരൊക്കെ ഫ്രീ ആയിട്ട് നടന്ന് അവരൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസം എവിടെയാണെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസും ഒക്കെ റെഡിയായി. പിന്നെ ഞങ്ങളുടെ മെയിൻ വിഭവം എന്ന് പറയുന്നത് ചപ്പാത്തി, പെറോട്ട, പിന്നെ അതിനോടൊപ്പം ചേട്ടൻ പോയിട്ട് വൈനൂടെ വച്ചിട്ടുണ്ടായിരുന്നു. അഭിലാഷേട്ടനും ജിജിയും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ മെനു എന്ന് പറയാൻ. ഇതിനിടയിൽ ഈ കാണുന്നതെന്ന് വെച്ചാൽ അച്ചുവെച്ച് അവിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഫിസിലടിച്ച് നമ്മളെ കുക്കറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതാട്ടോ. നമ്മുടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ, അതാണ് ഈ കാണുന്നത്. കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ ചെയ്യുന്നതെന്ന്. ശരിക്കും അതാണ് ഈ കാണുന്നത്. ചാർക്കോൾ കൊണ്ടുവന്ന് ഞാൻ ആ പറഞ്ഞ കഥയിൽ ചാർക്കോൾ വീണ്ടും കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ മെനു എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര വിഭവം അല്ല. വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ് പറയണം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.